ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. താരിഫിൻ്റെ ഇമ്പാക്റ്റ്, വെള്ളിയാഴ്ചയിലത്തെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഒരുപക്ഷെ നിഫ്റ്റി അറൗണ്ട് 900 പോയിൻറ്റ്സ് താഴെ ഓപ്പൺ ചെയ്യാമെന്നാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ അറൗണ്ട് 10% താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഒരു റിക്കവറി മോഡിലാണ്. ഇപ്പോൾ ഏകദേശം 6-7% മാത്രമേ ഡൗൺ ഉള്ളൂ. അതേസമയം അമേരിക്കൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും വീണ്ടും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ ഇന്ന് റിക്കവറി മോഡിലാണ് സ്ലൈറ്റ്ലി. കഴിഞ്ഞ വെള്ളിയാഴ്ച അറൗണ്ട് 10% എല്ലാ കമോഡിറ്റികളും ഗോൾഡ് ഒഴികെ, ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും അറൗണ്ട് 10% താഴെയായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ് റിക്കവറി മോഡിലാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് 2927 വരെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $3031 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് ആൻറ്റി താരിഫ് ചൈന ഇമ്പോസ് ചെയ്തിരുന്നു 34% അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ കണ്ടത്. ഏഷ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തതിന് ശേഷമായിരുന്നു ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്ന് മോർണിംഗിൽ നമ്മൾ ഏഷ്യൻ മാർക്കറ്റിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ വൊളാട്ടിലിറ്റി അടുത്ത 3-4 ദിവസം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫർദർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നിഫ്റ്റി ഒരു പക്ഷേ റീസെൻറ്റ് ലോ വന്നേക്കാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിഫ്റ്റി ഒരു പക്ഷേ 21,400 21,500 ലെവലിലേക്കൊക്കെ താഴേക്കാം. പക്ഷേ നമ്മുടെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ലെവലിലാണ്. ഒപ്പം Q4 റിസൾട്ടുകൾ ഈ ആഴ്ച മുതൽ വരികയാണ്. തീർച്ചയായിട്ടും ആ റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടാവും. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് Q4 റിസൾട്ടുകൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അല്ലാത്ത പക്ഷം കറണ്ട് ലെവലിൽ നിന്ന് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അമേരിക്കയിൽ തീർച്ചയായിട്ടും ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചൈന വലിയ രീതിയിലുള്ള മെഷേഴ്സായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ചൈനീസ് സെൻട്രൽ ബാങ്ക് റേറ്റ് കെട്ടിയാനുള്ള ഡിസിഷൻ എടുക്കാൻ പോകുക എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ചൈന സ്റ്റിമുലസ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ചൈന താരിഫ് വാറിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അതേസമയം ജപ്പാൻ ടോക്കിന് തയ്യാറായിട്ടുണ്ട്, വിയറ്റ്നാം ടോക്കിന് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് വലിയ രീതിയിലൊരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ആൻറ്റി താരിഫ് ഒന്നും ഏർപ്പെടുത്താൻ സാധ്യയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും താരിഫ് വൊളാറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. ഈ മാർക്കറ്റ് ഫാളിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകളാണ്. കാരണം സൈബർ ക്രൈംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ലോവർ വരുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നത് നന്നായിരിക്കും. അമേരിക്കയിലത്തെ റീറ്റെയിലേഴ്സിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ JP മോർഗൻ പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച അമേരിക്കൻ റീറ്റെയിലേഴ്സ് $4.7 ബില്യൺ സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നു. അതേസമയം വെള്ളിയാഴ്ച $1.7 ബില്യൺ വർത്ത് സ്റ്റോക്കുകൾ വർത്ത് സ്റ്റോക്കുകൾ വിറ്റിരുന്നു എന്നാണ് കാണിക്കുന്നത്. അവിടെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് കാര്യമായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് വലിയ രീതിയിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താരിഫ് റിലേറ്റഡ് വൊളാറ്റിലിറ്റി നമുക്ക് വീണ്ടും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ആരും പാനിക്കിലേക്കൊന്നും പോകേണ്ട. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഗ്യാപ്പ് ഡൗണിലാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ഇനി ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ RVNL പാമ്പം പാലം, രണ്ടാമത്തെ പാമ്പം പാലം ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. RVNLനെ സംബന്ധിച്ച് RVNL ആണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. 2.08 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ദൂരം. 72.5 മീറ്റർ വെർട്ടിക്കൽ ലിഫ്റ്റുള്ള ഒരു പാലാണ്. വെർട്ടിക്കൽ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ കപ്പലുകൾ വരുമ്പോൾ ആ ലിഫ്റ്റ് അവിടെ മുകളിലേക്ക് പോകും. കപ്പലുകൾക്ക് കടന്നു പോകാം. മൂവ്മെൻറ്റ് വേണ്ടിയുള്ള ലിഫ്റ്റാണ്. ഇന്ത്യയിലത്തെ ഒരു എഞ്ചിനീയറിംഗ് മാർവലായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. RVNLനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ച റിസൾട്ട് വരാനുണ്ട്. ട്രില്ലുണ്ട്, അതുപോലെ തന്നെ BF യൂട്ടിലിറ്റീസ് ഉണ്ട്, TCS ഒക്കെ ഉണ്ട് ഈ ആഴ്ച റിസൾട്ടുകൾ. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. ടെക്നോളജി സ്റ്റോക്കുകൾ ഓൾറെഡി താഴെയാണ്. US ഇമ്പാക്റ്റിൽ ഫർദർ ചെറുതായിട്ടൊരു ഇമ്പാക്റ്റും കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം ഒരു കൺസോൾട്ടേഷനാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ITCയും ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റും തമ്മിലുള്ള ഡീല് ITCനെ സംബന്ധിച്ചും ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള സെഞ്ചുറി പൾപ്പ് ആൻഡ് പേപ്പർ ITC വാങ്ങിയിരിക്കുകയാണ്. ITCക്ക് പേപ്പർ ഡിവിഷൻ സ്ട്രെങ്തൻ ചെയ്യാനും അതേസമയം ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിനെ പ്യുവർ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് മാറാനും സഹായിക്കും. രണ്ട് കമ്പനികളെ സംബന്ധിച്ചൊരു വിൻ ആയിട്ടൊരു സിറ്റുവേഷനാണ്. ഇനി ഈ ആഴ്ചയിൽ നമ്മളെ സംബന്ധിച്ച് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. 9-ാം തീയതിയാണ് ഡിസിഷൻ വരുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന 0.25% നിരക്കിൽ റേറ്റ് കട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ആക്ഷൻ നോക്കുകയാണെങ്കിൽ 10,355 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളൊക്കെ അവർ വിറ്റിരുന്നു. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. SIP ഒക്കെ തുടരുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും SIPയിലെ എമൗണ്ട് കൂട്ടുന്നത് നന്നായിരിക്കും. കാരണം കൂടുതൽ യൂണിറ്റ് ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. അതോടൊപ്പം തന്നെ പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അനൗൺസ് ചെയ്തിട്ട് ഉള്ള കമ്പനികളുടെ ഓപ്പൺ ആയിട്ടുള്ള സ്കീമുകളിലും ഈ അവസരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം മാർക്കറ്റ് വാല്യുവേഷൻ താഴെയാണ്. നല്ല റിട്ടേൺ ഈ ഫണ്ടുകളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. താരിഫ് വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. നമ്മുടെ എക്കണോമി ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൻ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് റിലേറ്റഡ് വീക്ക്നെസ് ഒന്നും തന്നെ നമുക്ക് കാര്യമായിട്ട് വരാൻ സാധ്യതയില്ല. മറിച്ച് വലിയ രീതിയിൽ വീണ്ടും അമേരിക്കൻ അല്ലെങ്കിൽ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ക്രാഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ഫാളുകൾക്ക് ശേഷമാണ് മാർക്കറ്റ് വലിയ രീതിയിൽ റിക്കവർ ചെയ്യാറ്. അപ്പോൾ ഇതൊരു അവസരമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്കുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.